എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ കുറിച്ച് എന്തോ ഒരു ആരോപണങ്ങളാണ് ഇറങ്ങുന്നത് അല്ലെ. സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസ് സീസൺ 6 തുടങ്ങുന്നതിന് മുന്നേ ഈ സംഘാടകർക്ക് വല്ല കണിയാനെയും വിളിച്ച് ഒന്ന് സമയവും കാലവും ഒക്കെ ഒന്ന് നോക്കിക്കേണ്ടതായിരുന്നു. അത്രമാത്രം ശത്രുക്കളുണ്ട് ഇവർക്ക്. എന്തും വേണ്ടി ആരോപണങ്ങളാണല്ലേ. പല ആരോപണങ്ങളും അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളായിട്ടുള്ള മത്സരാർത്ഥികളെ വല്ലാതെ എഫക്ട് ചെയ്തു. ഈ സീസൺ 6 ഉണ്ടായിരുന്ന പെൺകുട്ടികളെ അതിനപ്പുറത്തേക്ക് എഫക്ട് ചെയ്തു കേട്ടോ. അതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ അതിനെക്കുറിച്ചൊന്നല്ല ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ സ്ക്രിപ്റ്റഡ് അല്ല. അങ്ങനെ സ്ക്രിപ്റ്റഡ് ആയി നടത്താൻ പറ്റുന്ന ഒരു ഷോ അല്ല ഇത്. അങ്ങനെ സ്ക്രിപ്റ്റഡ് ആയിരുന്നു എങ്കിൽ നിങ്ങൾ ഈ കണ്ട അടിയൊന്നും ആയിരിക്കത്തില്ല നടക്കുന്നത്. സീസൺ 6 നമ്മളൊക്കെ കണ്ടതല്ലേ, ഒരു മത്സരാർത്ഥിയുടെ താടി ഇടിക്കുന്നതും പൊട്ടുന്നതും അതിനെ തുടർന്ന് ആ മത്സരാർത്ഥിക്ക് വലിയൊരു സർജറി നടക്കുന്നതും ഇനി ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന്റെ ആ താടിയിൽ ആ കുറെ സ്ക്രൂമായാണ് ജീവിക്കേണ്ടതെന്നുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ അദ്ദേഹം വെളിപ്പെടുത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ അതൊന്നും ആയിരിക്കത്തില്ല അടി, അതിനപ്പുറമായിരിക്കും അടി. അധികം താമസിക്കാതെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഒരാൾ മാത്രമായിരിക്കും. 100ാമത്തെ ദിവസമല്ല ഒരാൾ മാത്രമാകുന്നത്, വിന്നർ അല്ല. 7ാമത്തെയോ 8ാമത്തെ ദിവസം എല്ലാവരെയും അടിച്ച് പുറത്താക്കിയിട്ട് ഒരാൾ മാത്രമായി ആ വീട്ടിൽ താമസിക്കും. ബാക്കി എല്ലാവരുടെയും തലയിലൊരു കെട്ട്, കയ്യിലൊരു കെട്ട്, കാലിലൊരു കെട്ട്, കഴുത്തിലൊരു കെട്ട്, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഒരു കാലത്തും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ സ്ക്രിപ്റ്റഡ് ആയി നടത്താൻ സാധിക്കില്ല. തന്നെയല്ല, മലയാളത്തിൽ മാത്രമല്ലല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഉള്ളത്. മലയാളത്തിൽ മാത്രമാണ് ഇമാതിരിയുള്ള ആരോപണങ്ങളൊക്കെ നേരിടുന്നത് എന്ന് വെച്ച് മലയാളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും പല രാജ്യങ്ങളിൽ പല ഭാഷകളിലായി നല്ല രീതിയിൽ റൺ ചെയ്യുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു 10-18 വർഷങ്ങൾക്ക് മുന്നാൻ തോന്നുന്നു കേട്ടോ. ശില്പ ഷെട്ടിയൊക്കെ ബിഗ് ബ്രദർ എന്ന് പറയുന്ന ഷോയുടെ ഭാഗമായിട്ടുണ്ട്. അതിനെ തുടർന്ന് ഒരുപാട് കോൺട്രവേഴ്സികൾ ഉണ്ടായിട്ടുണ്ട്. അതായത് വൈറ്റ്സും ബ്ലാക്സും തമ്മിലുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അതൊരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മലയാളത്തിലേക്ക് ബിഗ് ബോസ് എത്തിയപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ പാവം കേൾക്കേണ്ടി വന്നു. അപ്പോൾ ആദ്യത്തെ 1, 2, 3 സീസണുകളിലൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഒരു 5, 6 സീസണൊക്കെ ആയപ്പോഴത്തേക്കും അത് വളരെ അപകടകരമായ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ആയി തുടങ്ങി. അപ്പോൾ അതെന്തും ആയിക്കോട്ടെ, എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ സ്ക്രിപ്റ്റഡ് ആണ് എന്ന് പറയുന്നവർ ഒന്നുകിൽ ആ ഷോയിൽ നിന്നും പുറത്തായവരോ അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടവരോ, അതല്ല എങ്കിൽ ഇനി വലിയ രീതിയിൽ ജയിച്ച് വിൻ ചെയ്ത് വന്ന ആളുകളും ഒക്കെ സ്ക്രിപ്റ്റഡ് ആണ് എന്ന് പറയാറുണ്ട്. അങ്ങനെ വിജയിച്ച് വന്നിട്ട് സ്ക്രിപ്റ്റഡ് ആണ് എന്ന് പറയുന്നവർ ഒരു പക്ഷേ അവർക്ക് ആ ഷോ പണ്ട് മുതലേ ഇഷ്ടമല്ലായിരിക്കാം അല്ലെ. ബിഗ് ബോസിലൊക്കെ പോകുന്നതിന് മുന്നേ പല ചാനലുകളിലും പോയി ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ കുറിച്ച് വളരെ മോശമായ രീതിയിലൊക്കെ സംസാരിച്ചിട്ടുള്ള ആളുകളായിരിക്കും. അവർക്ക് ഇനി എന്ത് ചെയ്തെന്ന് വന്നാലും അവരതിൽ വിൻ ചെയ്തു എന്ന് പറഞ്ഞാലും ആ ഷോയോടുള്ള ഒരു ഇഷ്ടക്കേട് അവരിൽ കാണും. അപ്പം ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കും ഇതിനെ സ്ക്രിപ്റ്റ് ആണ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ സീസൺ 6 നടക്കുന്ന പല കാര്യങ്ങളാണെങ്കിലും നമുക്കതിങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും, സ്ക്രിപ്റ്റ് ആയിരുന്നുവെങ്കിൽ ആ ഒരു വഴക്കിനെ, ആ ഒരു അടിയെ അവർക്ക് മാറ്റാൻ പറ്റുമായിരുന്നു അല്ലെ. അപ്പോൾ സ്ക്രിപ്റ്റിൽ അങ്ങനെ ഒരാളുടെ ശരീരം ഉപദ്രവിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ ആർക്കും ഒന്നും പറ്റത്തൊന്നുമില്ല. സാഹചര്യങ്ങളിലാണ് ഇപ്പം ആ ഉപദ്രവിച്ച വ്യക്തി ഈ മറ്റു മത്സരാർത്ഥി ഇടിച്ച് താടി പൊട്ടിക്കുന്നതൊക്കെ അല്ലെ. അത് ഓരോ സാഹചര്യങ്ങൾ. അപ്പൊ സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ അതിൽ സാഹചര്യത്തിന് സ്ഥാനം ഉണ്ടാവില്ല. സാഹചര്യങ്ങൾ കൊണ്ട് ഓരോരുത്തർ റിയാക്ട് ചെയ്യുന്നതാണ് നമ്മൾ ഈ ബിഗ് ബോസ് സീസൺ 6 വരെയും കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. അതിപ്പോൾ ഏത് മത്സരാർത്ഥി എടുത്ത് നോക്കുകയാണെങ്കിലും അവർ പൊട്ടിത്തിരിക്കുന്നത്, ഇപ്പൊ ജിൻഡോ ആണെങ്കിലും ഇപ്പൊ ജാസ്മിൻ ആണെങ്കിലും ഗബ്രി ഉണ്ടായിരുന്നപ്പോൾ ഗബ്രി ആണെങ്കിലും സാഹചര്യങ്ങൾ വരുമ്പോഴാണ് പല കാര്യങ്ങളും ഇവരുടെ കൈവിട്ട് പോകുന്നത് അല്ലെ. അപ്പോൾ സ്ക്രിപ്റ്റ് കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന ഷോ ഒന്നുമല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഒരു പരിചയമില്ലാതെ 10-20 ആളുകൾക്ക് സ്ക്രിപ്റ്റ് കൊടുത്ത് 100 ദിവസം ജീവിക്കുക എന്ന് പറഞ്ഞാൽ അസംഭവ്യമായിട്ടുള്ള കാര്യമാണ്. സ്ക്രിപ്റ്റോട് കൂടി ഒരിക്കലും ഈ ഷോയെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ എഡിറ്റിംഗ് ടീമിന് സ്ക്രിപ്റ്റ് ഉണ്ടാവും. അതായത് ഇല്ലാത്ത സീനുകൾ അവർക്ക് കൂട്ടിച്ചേർക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഉള്ള കാര്യങ്ങൾ തന്നെ എഡിറ്റ് ചെയ്ത് ഒരു സീനാക്കി അവർ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ സ്ക്രിപ്റ്റ് ഉണ്ടാവും എന്ന് വെച്ച് ഒരിക്കലും ഇല്ലാത്ത സീൻസിനെ അവർ കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല അല്ലേ. കാരണം ബിഗ് ബോസ് ഹൗസിലുള്ള 20 പേർ തമ്മിലുള്ള പ്രശ്നത്തിനിടയ്ക്ക് ഇവരുടെ എഡിറ്റിംഗ് ടീമിന്റെ ഒരു സ്ക്രിപ്റ്റ് അനുസരിച്ച് ഒരു നാടകം കുത്തിക്കയറ്റിയാൽ അത് മനസ്സിലാക്കാൻ പറ്റില്ല ആർക്കും. നമുക്കത് മനസ്സിലാവില്ലേ. അപ്പം അവരുടെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളെ തന്നെ പല രീതിയിലേക്ക് എഡിറ്റ് ചെയ്ത് അവർ വിടുന്നുണ്ടായിരിക്കും. അതിനപ്പുറത്തേക്ക് ഇത് സ്ക്രിപ്റ്റ് ആയിട്ട് നടത്താൻ പറ്റുന്ന ഒരു ഷോ ഒന്നുമല്ല. സ്ക്രിപ്റ്റ് ആയിട്ട് നടത്തിയാൽ പ്രതികരണങ്ങൾ പെട്ടെന്നുണ്ടാവും. കാരണം ഈ 20 പേരും 100 ദിവസം വരെ മിണ്ടാതെ അവിടെ നിൽക്കത്തില്ല. ഒരു കൂടിപ്പോയി ഒരു 7ാമത്തെ ദിവസം വിളിച്ച് പറയും ഇത് സ്ക്രിപ്റ്റ് ആണ്, കാരണം എന്നെ കൊണ്ട് പറ്റുന്നില്ല ഇങ്ങനെ എന്നും കിടന്ന് അടി ഉണ്ടാവാൻ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, എന്നും ഒരാൾ സ്ക്രിപ്റ്റിൽ അടി ഉണ്ടാക്കുന്ന സ്ക്രിപ്റ്റ് അല്ലെങ്കിലും വീക്കെൻഡിൽ ഒരാൾ ഔട്ടാവും. അപ്പോൾ ഒരാൾ അവിടെ താഴുവാണല്ലേ. അപ്പൊ സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഒരാൾക്ക് താഴ്ത്തിയുള്ള സ്ക്രിപ്റ്റ് കൊടുക്കണം. അപ്പൊ അയാൾ പ്രതികരിക്കും, എന്നെ കൊണ്ടുപോയാ എന്നും ഇങ്ങനെ ഇടന്ന് ഇടികൊള്ളാം, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇടികൊള്ളുക എന്നൊരു സ്ക്രിപ്റ്റാണ് എനിക്ക് തരുന്നതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒറിജിനൽ സ്വഭാവം കാണിക്കാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. അപ്പം എങ്ങനെയൊക്കെ പറഞ്ഞാലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ സ്ക്രിപ്റ്റഡ് ആയി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഷോ അല്ല എന്ന് മാത്രമല്ല, ഇത് മലയാളത്തിൽ മാത്രമല്ല
മറ്റ് എല്ലാ ഭാഷകളിലും നല്ല സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണ്. പക്ഷേ ഇത്തരം ആരോപണങ്ങൾ മലയാളത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. അതിൻ്റെ സംഘാടകരെയും അതിൻ്റെ ആങ്കറിനെയും അത് അനൗൺസ് ചെയ്യുന്ന ആളെയും ആ ശരീരി ശബ്ദത്തെ പോലും വല്ലാത്ത രീതിയിൽ ആരോപണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മലയാളത്തിൽ മാത്രമാണ് നടക്കുന്നത്. എന്നിരുന്നാലും ഇത് സ്ക്രിപ്റ്റഡ് അല്ല കേട്ടോ. അതിൽ നിൽക്കുന്ന സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുമ്പോൾ തന്നെ അതിലുള്ള മത്സരാർത്ഥികളെയൊക്കെ അത് വല്ലാത്ത രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം സ്ക്രിപ്റ്റഡ് അല്ല എന്ന് പറഞ്ഞൊരു ഷോ വലിയ രീതിയിൽ അതിനുള്ള ഒരു പ്രൊമോ കൊടുക്കുക, ഒരു വർഷം വരെ ഒരു കൂട്ടം ആളുകൾ, ജനങ്ങൾ മുഴുവൻ കാത്തിരിക്കുക, എന്നിട്ട് ഒരു 10-20 പേർ, പെൺകുട്ടികൾ അടങ്ങുന്ന 10-20 പേർ അതിനുള്ളിലേക്ക് കടന്നു പോകുക, അവരും പറയുക സ്ക്രിപ്റ്റഡ് അല്ല എന്ന്. അപ്പോൾ അവർ ഇതിനകത്ത് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ചിന്ത പോകാൻ ചാൻസ് ഉണ്ട്. സ്ക്രിപ്റ്റഡ് ആണ് എന്ന് പറയുമ്പോൾ അതിലുള്ള പെൺകുട്ടികളെ വരെ വല്ലാത്ത രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ പ്രതികരണങ്ങൾ ഇച്ചിരി കൂടിപ്പോയതും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്ക്രിപ്റ്റായിട്ട് നടത്താൻ പറ്റുന്ന ഒരു ഷോ അല്ല ഇതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത് സീസൺ 7-ഉം സീസൺ 8-ഉം സീസൺ 9-ഉം സീസൺ 10-ഉം ഒക്കെ ഉണ്ടാവും. സക്സസ്ഫുള്ളി തന്നെ റൺ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാ സീസണുകൾ വന്നാലും ഇനി അങ്ങോട്ട് സ്ക്രിപ്റ്റഡ് ആണ് എന്നുള്ള ആരോപണം സ്ഥിരം ഇവർ കേൾക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓരോ സീസണുകൾ തുടങ്ങുന്നതിന് മുന്നേ ഏതെങ്കിലും ഒരു കണിയാനെ വിളിച്ചിട്ട് നേരം കാലം സമയമൊക്കെ ഒന്ന് നോക്കിച്ചിട്ട് നടത്തുന്നത് നന്നായിരിക്കും. അങ്ങനെ നോക്കിയാൽ പോലും ഇതിനൊരു റെമഡി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ആരോപണം എന്നും കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഹിന്ദിയിലുണ്ട്, തമിഴിലുണ്ട്, ഇവിടെ ഒന്നും ഇങ്ങനെയുള്ള ആരോപണങ്ങളില്ല, മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ മലയാളികൾ പുലികളാണ്. പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.